നമസ്കാരം. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ അത്യപൂർവമായ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാട് കടുപ്പിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ പരാജയം സമ്മതിക്കാനോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനോ തയ്യാറല്ലെന്ന മമതയുടെ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടതല്ലെന്നും BJP അധികാര ബലമായി പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും ആരോപിക്കുന്ന മമത പോരാട്ടം തെരുവിലേക്കും കോടതിയിലേക്കും മാറ്റാനാണ് ഒരുങ്ങുന്നത്. എങ്കിലും മെയ് 6-ന് നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഭരണഘടനാപരമായ കടമ്പകൾ മമതയ്ക്ക് വെല്ലുവിളിയാകുകയാണ്. കാലാവധി പൂർത്തിയായാൽ രാജിവെക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥയാണെന്നും അല്ലാത്തപക്ഷം ഗവർണർക്ക് സർക്കാരിനെ പിരിച്ചുവിടാൻ അധികാരമുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മമതയുടെ ഈ പ്രതിരോധം കൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ ശേഖർ നഫാഡെ പറഞ്ഞു. 5 വർഷത്തെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഗവർണർക്ക് നിയമസഭ പിരിച്ചുവിടാനും സർക്കാരിൻ്റെ കാലാവധി അവസാനിപ്പിക്കാനും സാധിക്കും. രാജിവെക്കില്ലെന്ന മമതയുടെ തീരുമാനം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം ഇന്ത്യ ടുഡേയോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമായ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ലഭ്യമായ കാരണങ്ങൾ മുൻനിർത്തി ഏതെങ്കിലും അധികാരപരിധിയുള്ള കോടതി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഫലം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ സാഹചര്യത്തിൽ രാജിക്കത്ത് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും നഫാഡെ പറഞ്ഞു. മമത നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടുകയല്ലാതെ ഗവർണർക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കും. ലഭ്യമായ ഏത് വേദികളിലും തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യാൻ മമതാ ബാനർജിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ശേഖർ നഫാഡെ പറഞ്ഞു. ആർക്കും അത്തരം നിയന്ത്രണങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. നിലവിൽ മമതയ്ക്ക് അധികാരത്തിൽ തുടരാൻ അനുവാദമില്ലെന്നും മറ്റൊരു അഭിഭാഷകനായ PTD ആചാര്യം തുറന്നടിച്ചു. അവർ രാജിവെച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. അടുത്ത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ തുടരാൻ ഗവർണർ അവരോട് ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം ഒരു സർക്കാരിന് തുടരാനാവില്ലെന്നാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലത്തെ മമതാ ബാനർജി ചോദ്യം ചെയ്താലും അതൊരു തിരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും അതിൻ്റെ വാദം പിന്നീട് മാത്രമേ നടക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നുള്ള SIR പരിഷ്കാരം ഉന്നയിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാമെന്നും എന്നാൽ അത് മറ്റൊരു ഹർജി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു നടപടി സ്വീകരിച്ചാൽ പോലും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാവില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മമതാ ബാനർജി രാജിവെക്കാത്ത സാഹചര്യത്തിൽ അവരെ പുറത്താക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പ്രതികരിച്ചു. ഒട്ടേറെ പിഴവുകളും കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടും ബംഗാൾ ജനത അവരെ ദീർഘകാലം സഹിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ രാജിവെക്കുന്നില്ലെങ്കിൽ അവരെ പുറത്താകും. ഈ രാജ്യം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പോകുന്നത്. ഗവർണർ നിശ്ചിത സമയം വരെ കാത്തിരിക്കും. അതിനുശേഷം അവരെ ഡിസ്മിസ് ചെയ്യുമെന്ന് അദ്ദേഹം NDTVയോട് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് തോറ്റിട്ടില്ലെന്നും ഇപ്പോൾ വന്ന ഫലം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൊള്ളയടിച്ച് നേടിയതാണെന്നുമാണ് മമത ആരോപിക്കുന്നത്. ഞാൻ തോറ്റിട്ടില്ല, അതിനാൽ രാജ്ഭവനിൽ പോയി രാജി നൽകാൻ തയ്യാറല്ല. ഇങ്ങനെയല്ല ജനാധിപത്യ പ്രക്രിയ പ്രവർത്തിക്കേണ്ടതെന്നായിരുന്നു മമത പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻവിധിയോടെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു തെറ്റായ സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. വൃത്തികെട്ട കളികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിച്ചത്. തൃണമൂലിൻ്റെ യഥാർത്ഥ എതിരാളി BJP ആയിരുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നുവെന്നും മമത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP 207 സീറ്റുകളുമായി വലിയ വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് മമത. ഈ തെരഞ്ഞെടുപ്പ് ഫലം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു. തൻ്റെ പരാജയം ധാർമ്മികമല്ലെന്നും അതിനാൽ രാജ്ഭവനിലെത്തി രാജിക്കത്ത് നൽകാൻ താൻ തയ്യാറല്ലെന്നും കൊൽക്കത്തയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ പ്രഖ്യാപിച്ചത്.